ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് നത്താനിയൽ ചോയ്സ്. സോ ഞാൻ ഇന്ന് പയർ പറിക്കാൻ പോവാണ്. സോ കം ഓൺ. ഇതാണ് ഞങ്ങളുടെ മുറ്റം. സോ ഇവിടെ ഞങ്ങൾ പയറൊക്കെ വെച്ചിട്ടുള്ള സോ നാളെ മൂത്ത പയറാണ് നമ്മൾ നോക്കുന്നത്. എന്താ ഇതറിഞ്ഞെങ്കിൽ തന്നെ കിടപ്പുണ്ട്. ഇത് ഗ്ലോ ഇൻ ദി ഡാർക്ക് പോലത്തെ ഒരു പയറാണ്. ഇതിനിപ്പം ഇങ്ങനെ തണലത്ത് വെക്കുവാണെങ്കിൽ ഇത് ഗ്ലോ ചെയ്യും. ഇങ്ങനെ ഉണ്ടോ, അതേപോലെ ഗ്ലോ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് പയറാണിത്. നമുക്ക് കുറച്ചൊക്കെ പറിച്ചെടുക്കണം. ഉണ്ട് ഇപ്പോൾ കുറേ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട് ഗൈസ്, നോക്കൂ. ഇപ്പം നമുക്ക് ഓരോന്ന് പറിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല കുറച്ചൊക്കെ മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. നമ്മൾ കുറച്ച് പയറൊക്കെ പറിക്കുന്നുള്ളൂ, കാരണം കുറച്ചൊക്കെ മൂത്തിട്ടില്ല അത്രയ്ക്കും. നിങ്ങളുടെ നാട്ടിൽ സമ്മറാണോ വിൻ്ററാണോ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ഭയങ്കര കണ്ടോ, നല്ല ടൈനി പയറുകളാണ്. ഇതൊക്കെ കറക്റ്റ് സൈസ് പയറാണ്. ഓക്കെ, നമുക്ക് 4 പയർ മതി സാൽക്കാലത്തേനും, കാരണം ബാക്കിയെല്ലാം ഭയങ്കര കുഞ്ഞിതാണ്. കണ്ടോ, ഇതൊക്കെ കുഞ്ഞു പയറാണ്. പിന്നെ ഇപ്പം നമ്മുടെ തക്കാളി ഉണ്ട്. തക്കാളി ഇത്രയ്ക്ക് ഇങ്ങനെ പറിക്കാറായിട്ടില്ല. നമ്മുടെ ബ്യൂട്ടിഫുൾ ഫ്ലേവർ ഉണ്ട് ഇവിടെ. നമുക്ക് അവിടെ പയറെടുക്കുക. പിന്നെ അവിടെ പാവയ്ക്ക നട്ട് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക റെഡിയായി നോക്കാവേ. ഇവിടെ നട്ട് വെച്ച് റെഡി ആയിട്ടൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ പയർ. ഇത് ഗ്ലോവിൻ്റെ ഡാർക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു കളറാണ്. പക്ഷേ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കളറാണ്. കണ്ടോ, വെയിലത്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറ്, ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോകാം ഗൈസ്. കം ഓൺ. സോ ഗൈസ്, ബൈ.